വെൽക്കം ടു ജസ കിച്ചൺ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഓണക്കിറ്റിലുണ്ടായ ഉണക്കലരി കൊണ്ട് നല്ല കിടിലം പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റാണിത്. 1/2 കിലോ അരിയാണ്, ഉണക്കലരി. ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലെടുക്കാം. തേങ്ങ വേണം. 1-ാം പാലും 2-ാം പാലുമാണിത്. പിന്നെ നമ്മൾ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടാം. 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് വേവാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് 3 വിസിലായാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളെ അരി വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ശർക്കര വേണം. 500 ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കാം. പിന്നെ നമ്മൾ അരി വെന്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ അരി ഇടാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ചിട്ട് ഇതിലേക്ക് പാരാം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് 2-ാമത്തെ പാലും ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്കൊരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും, ഒരു മിക്സിയുടെ ജാറിലേക്കാണ് കുറച്ച് പഞ്ചസാരയും 5 ഏലക്കായും 1 കഷ്ണം ചുക്കും കൂടി പൊടിച്ചെടുക്കാം. ഇത് പായസം മിക്സിയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടാം. ഇങ്ങനെ കുറുക്കിയെടുക്കാം. ഇനി ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടി, കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പായസം മിക്സിലേക്ക് ഇത് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാൻ വെച്ചിട്ട് 3 സ്പൂണ് നെയ്യ് ഒഴിക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പിടാം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.